നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായി. 5 പ്രതികളെയും തിരിച്ചറിഞ്ഞതായി മർദ്ദനത്തിനിരയായ എ.ഡി. തോമസ് എം.എൽ.എ, അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർ പറഞ്ഞു. ആക്രമിക്കാൻ ഉപയോഗിച്ച ലാത്തി സറണ്ടർ ചെയ്തുവെന്ന പ്രതിഭാഗത്തിന്റെ വാദം കള്ളമാണെന്ന് എ.ഡി. തോമസ് പറഞ്ഞു. ഇവർ 5 പ്രതികളും ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റൂമിൽ വെച്ച് ഇവരെ വിളിച്ചു വരുത്തി റെക്കോർഡ് ചെയ്യുകയാണ്. ഇവർ 5 പേർ തന്നെയാണോ നിങ്ങളെ ആക്രമിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു. ഞങ്ങൾ 3 പേരും ഇവർ 5 പേരെയും തിരിച്ചറിയുകയും ഇവർ തന്നെയാണ് ഞങ്ങൾ ആക്രമിക്കുകയും ചെയ്തതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രതിഭാഗം പറയുന്നത് നിരന്തരമായി കള്ളമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ട് ഇത് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ കോടതി പെരുമാറിയതും നമ്മളെല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ ഇത് പൂർണ്ണമായും അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഫൈസൽ അസീസുണ്ട്. ഫൈസൽ, കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഏതായാലും ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. ഇനി നാളെ വീണ്ടും ചോദ്യം ചെയ്യൽ തുടരും എന്നാണ് അറിയുന്നത്. ഏതായാലും ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പ്രതികൾ ഇപ്പോൾ SIT ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ തിരിച്ചറിയൽ പരേഡാണ്. പ്രതികൾ 5 പേർ, അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ അരുൺ, വിപിൻ, ഷൈജു എന്നിവരെ ഇരകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ MLA അജയ് ജുവൽ കുര്യാക്കോസ്, ആലപ്പുഴ MLA എ.ഡി. തോമസ്, അതുപോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ്, അതുപോലെ ദൃശ്യങ്ങൾ പകർത്തിയ സാക്ഷി, പ്രധാനപ്പെട്ട സാക്ഷിയായ ജയ്ഹിന്ദ് ടിവിയിലെ ക്യാമറാമാൻ ജോജി എന്നിവരാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. ഏതായാലും ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എ.ഡി. തോമസ്. ഇനിയിപ്പോൾ നാളെ ഈ സംഭവ സ്ഥലത്തെത്തിച്ച്, അതായത് ഈ സംഭവം നടന്ന ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ പരിസരത്തെത്തിച്ച് നേരിട്ട് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യത കൂടിയുണ്ട്. ചോദ്യം ചെയ്യലിന്റെ അവസാന ദിവസം നാളെയാണ്. 3 ദിവസമാണ് ചോദ്യം ചെയ്യുന്നതിന് കോടതി അനുമതി നൽകിയത്. അവസാന ദിവസം നാളെയാണ്. നാളെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. ഇന്ന് ഏതായാലും പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. നാളെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ തന്നെ ജാമ്യത്തിൽ വിടാം. കാരണം 1 ലക്ഷം രൂപയുടെ ബോണ്ടും അതുപോലെ 2 ആൾ ജാമ്യത്തിലും പ്രതികളെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടണമെന്നാണ് കോടതിയുടെ ജാമ്യ ഉത്തരവിൽ പറയുന്നത്. ശരി, ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.